ഏതോ ആക്സിഡന്റിനെ കുറിച്ചൊക്കെ ഉറക്കത്തിൽ പറഞ്ഞു. ആക്സിഡന്റോ? അയ്യോ, എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഒന്നും ഓർമ്മയും കിട്ടണില്ല. മോൻ ഒന്നുകൂടെ ഓർത്തു നോക്കിയേ. വേണ്ട, അവനെ ഇപ്പൊ ഒന്നും ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കണ്ട. ഒന്നും ഓർമ്മയില്ലെന്നല്ലേ അവൻ പറയുന്നത്. പിന്നെ എന്തിനാ അവനെ വിഷമിപ്പിക്കുന്നത്? അവനൊന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങട്ടെ. മോനൊന്നും ആലോചിക്കണ്ട, സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് നാളെ സംസാരിക്കാം. മോൻ കിടന്നോ. ഗുഡ് നൈറ്റ്. നിങ്ങൾ വെക്ക. ആ, ഇനി അവനെ ഉണർത്താൻ ശ്രമിക്കണ്ട. നിങ്ങൾ വാ. ബ്രേക്ക് നഷ്ടപ്പെട്ട കാറ് റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിച്ച ആളിനെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നുപോയി. ഉറക്കത്തിനിടയിലുള്ള കുട്ടന്റെ അവ്യക്തമായ സംസാരത്തിൽ നിന്നും എനിക്കിതൊക്കെയാ മനസ്സിലായത്. അമ്മ പറഞ്ഞതനുസരിച്ച് ഇപ്പൊ ഒന്നുകൂടി എനിക്ക് മനസ്സിലായി. അന്ന് ആ റോഡ് ക്രോസ് ചെയ്തത് നമ്മുടെ അച്ഛനായിരുന്നു. ബ്രേക്ക് നഷ്ടപ്പെട്ട ആ കാറിടിച്ചാണ് അന്ന് എന്റെ അച്ഛന്റെ മരണം സംഭവിച്ചതെങ്കിൽ നമ്മൾ ആരെ കുറ്റപ്പെടുത്തും? ആരെ പ്രതിയാക്കും? പറയ്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെങ്കിൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരി, അതൊരു സ്വാഭാവിക അപകടമായിരുന്നെങ്കിൽ എന്തിന് കാറ് നിർത്താതെ ഓടിച്ചു പോണം? അച്ഛനെ ഇടിച്ചിട്ട കാറ് നിർത്താതെ പോയിന്നല്ലേ അന്നു മുതൽക്കേ അമ്മ പറയുന്നത്. സിദ്ധുവേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലായിരുന്നെങ്കിൽ സിദ്ധുവേട്ടൻ കാർ അവിടെ നിർത്തണമായിരുന്നു. അച്ഛനെ ഇത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമായിരുന്നു. ഇത് രണ്ടും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ എന്താ അതിനർത്ഥം? ചിലപ്പോ പെണ്ണിൽ നിന്നും വന്നവരുടെ അറ്റാക്ക് ഭയന്നിട്ടാണ് സിദ്ധു കാർ ഓടിച്ചു പോയതെങ്കിലോ? ശ്രീകലാന്റി പറയുന്നതനുസരിച്ചാണെങ്കിൽ സിദ്ധുവേട്ടനാണ് മോഹനങ്കിളിന്റെ കൊലയാളി. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ കൊലയാളിയായ ഒരാളെ ആന്റി എന്തിനു മക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം? ആന്റിയുടെ മനസ്സില് അന്നീ പകയും പ്രതികാരവും ഒന്നും ഇല്ലായിരുന്നോ? മകളുടെ ഭാവിയെക്കുറിച്ച് ആന്റി അന്ന് ചിന്തിച്ചില്ലായിരുന്നോ? ഇന്നിപ്പോ ദേവികേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ആന്റി കാണിക്കുന്ന ഈ ഉത്കണ്ഠ അന്ന് ആന്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കല്യാണ മണ്ഡപത്തിൽ വെച്ചെങ്കിലും ആന്റിക്ക് കല്യാണം മുടക്കായിരുന്നല്ലോ. ആ നേരത്തെ ആന്റി അത് ചെയ്തോ? ഇല്ലല്ലോ. അപ്പോ എല്ലാം കണക്ക് കൂട്ടി തന്നെയാ ആന്റി പ്രവർത്തിച്ചത്. സ്വന്തം ആന്റി ആണെങ്കിലും പറയാനുള്ളത് എനിക്ക് പറയാതിരിക്കാനാവില്ല മുത്തശ്ശി. സത്യത്തില് മായാന്റി പറഞ്ഞ വാക്കുകളാ എന്നെ ഇതൊക്കെ ചിന്തിപ്പിച്ചത്. ആന്റി പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. ശ്രീകലാന്റി പണം ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കണം ദേവികേച്ചിയും സിദ്ധുവേട്ടനും തമ്മിലുള്ള കല്യാണം നടത്തിയത്. ആന്റി പഠിച്ച കള്ളി തന്നെയാ. ആദ്യം ദേവികേച്ചിയുടെ കല്യാണം നടത്തുക, അതിനുശേഷം ഭർത്താവിന്റെ മരണത്തിലേക്ക് സിദ്ധുവേട്ടനെ വലിച്ചിടുക, സിദ്ധുവേട്ടനെ ഭർത്താവിന്റെ കൊലയാളിയാക്കുക, അച്ഛന്റെ കൊലയാളിക്കൊപ്പം മകൾ എങ്ങനെ കഴിയുമെന്ന് ചോദിച്ച് ഡിവോഴ്സ് നോട്ടീസ് അയക്കുക, ഡിവോഴ്സിന്റെ പേരില് ലക്ഷങ്ങൾ ഒപ്പിച്ചെടുക്കുക. അതാവണം ആന്റിയുടെ പ്ലാൻ. ആന്റി അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുത്തശ്ശി, എനിക്കൊന്നേ പറയാനുള്ളൂ. ആന്റിയുടെ അടവിന് മുമ്പില് ഇവിടെ ആരും മുട്ടുമടക്കരുത്.
അവളുടെ അടവിന് മുന്നിൽ മുട്ടുമടക്കാനോ? അതൊരിക്കലും ഉണ്ടാവില്ല. ഡിവോഴ്സ് നടത്തി പണം തട്ടിയെടുക്കുന്നതിന് മുമ്പ് ദേവികയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ അവളെ ഈ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടണം. അവളെ ഇനി ഇവിടെ താമസിപ്പിച്ച അത് അപകടമാവും. സിദ്ധുവിന്റെ ജീവൻ തന്നെ ആപത്തിലാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവന്റെ ജീവൻ ഒന്നും സംഭവിക്കാൻ പാടില്ല. അവനെ എനിക്ക് രക്ഷിക്കണം. അതത്ര ഈസി ആയിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശി. എന്തുകൊണ്ട് സാധിക്കില്ല? ജാനകി അമ്മയ്ക്കും സ്വന്തം മകനേക്കാൾ പ്രാധാന്യം ദേവികേച്ചിയോട്. ഹും, അതൊക്കെ അവളുടെ കയ്യിലിരിക്കേയുള്ളൂ. ജാനകി എന്തൊക്കെ തരത്തിൽ അവളെ സപ്പോർട്ട് ചെയ്താലും ഞാൻ ദേവികയെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും. ദേവികേച്ചി മാത്രമല്ല മുത്തശ്ശി, ആ ഗോപിക ഇറക്കി വിടണം. അവളുടെ കണ്ണിലും സിദ്ധുവേട്ടൻ തന്നെയാണല്ലോ അവരുടെ അച്ഛന്റെ കൊലപാതകി. അതുകൊണ്ട് സ്വാഭാവികമായും ശ്രീകലാന്റിക്കും ദേവികേച്ചിക്കും സിദ്ധുവേട്ടനോട് എത്രമാത്രം പകയുണ്ടോ അത്രമാത്രം പക ഗോപികയ്ക്കും സിദ്ധുവേട്ടനോടുണ്ടാവും. ദേവികേച്ചി ഇറക്കി വിട്ടാലും ആ ഗോപിക സിദ്ധുവേട്ടനോട് പകരം വീട്ടാൻ ഇടയുണ്ട്. ദേവികേച്ചിന്ന് മാത്രമല്ല, ഗോപികയിൽ നിന്നും സിദ്ധുവേട്ടനെ നമുക്ക് രക്ഷിക്കണം മുത്തശ്ശി. അതൊക്കെ എനിക്ക് വിട്ടേക്ക്. വേണ്ടതെന്താണെന്ന്